ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടിയുടെ എൻജിൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ എൻജിൻ പീസാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലയിൻസ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടോ. നിലവിൽ ഇതൊരു 30,000 കിലോമീറ്റർ മുമ്പ്, അതായത് എൻജിൻ വർക്ക് ചെയ്തതാണ്. 30,000 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും എൻജിൻ വർക്കിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് ചെയ്തിരുന്ന വർക്കല്ല, പക്ഷേ നമ്മളത് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡ് ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ആ കംപ്ലയിൻറ്റ് കാണിച്ചാണ്. നിലവിൽ ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ബാക്കിയത്തെ പാർട്സുകൾക്ക് ഡാമേജിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് ലെയ്ത്തിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. അതൊന്ന് നോക്കുമ്പോൾ അറിയാനായിട്ട് ഫസ്റ്റ് സെറ്റിങ്ങാണ്, ആദ്യത്തെ സെറ്റിങ് ഇതുമ്പോൾ ചെയ്തേക്കണതാണ്. പക്ഷേ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി പുതിയ സിലിണ്ടറും പിസ്റ്റണൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ഡാമേജാണ്. ഇത് കണക്ടറോട് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഈ പറഞ്ഞ സാധനം എല്ലാം ഡാമേജിലേക്ക് പോകും. അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ഫുൾ എൻജിൻ വർക്കായിട്ട് തന്നെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വർക്ക് നമ്മൾ ചെയ്തു പോണത് 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം, അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വയ്ക്കാം. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ്, മാറ്റുന്ന പാർട്സുകളുടെയും ലേബർ ചാർജസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് സംഭവിച്ചാൽ ഒന്ന് ക്രാങ്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിലിണ്ടറിൻ്റെ ബോറിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം ആ കണക്ടർ റോഡ് പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രാങ്ക് മാറ്റുന്നതോടൊപ്പം തന്നെ സിലിണ്ടർ പിസ്റ്റൺ ചേഞ്ച് ചെയ്തിടാം. പിന്നെ അതിനകത്ത് നമുക്ക് 2 ഐറ്റംസ് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഹെഡിൻ്റെ വാൽവ് ഉണ്ടല്ലോ, വാൽവിൻ്റെ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ സീറ്റിംഗ് ഒക്കെ ഒരു സൈഡൊക്കെ ചെറുതായിട്ട് പിടിച്ചാനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വാൽവ് മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ വാൽവ് സീറ്റിംഗ് ചെയ്ത് ആവശ്യമാണെങ്കിൽ വാൽവ് ഗൈഡും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ള വേറൊരു എന്ന് പറഞ്ഞാൽ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന ഈ 2 ബെയറിങ്ങുകൾ കൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതിനകത്ത് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പൈസ മുടക്കി നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുക. അത് നമ്മൾ കൈയോടെ മാറ്റിക്കളയാം. കാര്യം ചെറിയൊരു പ്ലേ ഉള്ളൂ. പക്ഷേ ബൈ ചാൻസ് നമ്മളെല്ലാം റെഡിയായി പോയതിന് ശേഷം പെട്ടെന്നാണ് അത് കംപ്ലയിൻറ്റ് വന്നതെങ്കിൽ പിന്നീട് നമ്മളത് വീണ്ടും ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും. കൂട്ടത്തിക്കടെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു 300-300 ചില്ലാൻ രൂപയ്ക്കാണ് ഇതിന് ആ ബെയറിങ് മാറ്റി വരുമ്പോൾ നമുക്ക് ചിലവ് തന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ക്ലച്ചിൻ്റെ ഈ ഔട്ടറിന് ഒന്നും ബലപ്പെടുത്താൻ, അതായത് ശരിക്കും ഇച്ചിരി പ്ലേ കൂടുതൽ കാണിക്കുന്നുണ്ട്. അത്രയും നമുക്ക് ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് നമ്മൾ ഈ പറയുന്ന ആ പാർട്സുകളുടെ ലിസ്റ്റിനകത്തില്ല. അത് നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ്. അത് കൂടാതെ 1-2 ഡാമേജുകൾ കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് നമുക്ക് 3ൻ്റെയും 4ൻ്റെയും ഗിയർ വീലുകൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ തേമാനം കാണുന്നുണ്ട്. ഇത് 4th ഗിയറിൻ്റെ വീലാണ്. ഈ ഭാഗത്ത് ഇതിൻ്റെ പല്ലിൻ്റെ ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് രീതിയിലൊരു എല്ലാ പല്ലുകളുടെ ഇടയ്ക്കൂടെ ഉണ്ട്, ബ്ലാക്ക് ലൈൻ പോലെ. അത് നമുക്കിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അത് ശരിക്കും തേമാനം വന്നിട്ട് അത്രയും എടുത്ത് പോയേക്കണമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൈയോടെ അത് മാറ്റിക്കളയാം. കാരണം എന്ന് വെച്ചാൽ ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂളിച്ച സൗണ്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. 3rd ഗിയറിന് അത്ര ഇല്ല, പക്ഷെ എന്നാൽ പോലും 2nd 3rd 4th നമുക്ക് കൂടുതൽ യൂസിങ് ആയിട്ട് വരാം. അപ്പോൾ 4th ഗിയർ എന്തായാലും മാറണം. 3rd ഗിയറും കൂട്ടത്തേക്കൂടെ മാറ്റി പോകുന്നതാണ് ഏറ്റവും സേഫ്. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് എല്ലാ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മൂളിച്ച സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഞാൻ പിന്നീട് നമുക്ക് അഴിക്കണമെങ്കിലും നല്ല ചിലവ് തന്നെ, വീണ്ടും ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടത്തേക്കൂടെ അത് മാറ്റി പോവാം. എനിക്ക് തോന്നുന്നു 3rd ഗിയറിൻ്റെയും 4th ഗിയറിൻ്റെയും വീലെന്ന് പറയുമ്പോൾ 2 സെറ്റ് വരാം. അതായത് കൗണ്ടർ ഷാഫ്റ്റ്, ഇത് കൗണ്ടർ ഷാഫ്റ്റാണ്, ഇത് മെയിൻ ഷാഫ്റ്റാണ്. 3rd ഗിയറിൻ്റെ എന്ന് പറഞ്ഞാൽ മാറ്റുമ്പോൾ ഈ 2 വീല് മാറണം, 4th ഗിയറിൻ്റെ മാറ്റുമ്പോൾ 2 വീല് മാറണം. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. 4 ഗിയറിലും കൂടിയിട്ട് ഏകദേശം ഒരു 1500 രൂപ എടുത്ത് നമുക്ക് അതിന് വീലുകൾക്കായിട്ട് ചിലവ് വരുന്ന കേസാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കുകൾ, ടൈമിംഗ് ചെയിൻ, അതിൻ്റെ ടെൻഷനർ, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എൻജിൻ വർക്കിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യണതാണ്. അപ്പോൾ അത് ഓൾറെഡി ബാക്കിയത്തെ എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ലെയ്ത്ത് വർക്ക് വന്ന ഇതും ഈ ഗിയർ വീലും മാത്രമാണ് ഈ ലിസ്റ്റിൽ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനാണ് വരാം. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ റിപ്ലൈ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.